സ്നേഹം മാത്രമേ എൻ്റെ മാനസം തേടാവൂ. യേശുവേ നിന്റെ രൂപം മാത്രമേ എൻ്റെ കണ്ണുകൾ കാണാവൂ. യേശുവേ നിന്റെ സ്നേഹം മാത്രമേ എൻ്റെ മാനസം തേടാവൂ. യേശുവേ നിന്റെ രൂപം മാത്രമേ എൻ്റെ കണ്ണുകൾ കാണാവൂ. സ്നേഹം മാത്രം എൻ്റെ മാനസം തേടാവൂ. യേശുവേ നിന്റെ രൂപം മാത്രമേ എൻ്റെ കണ്ണുകൾ കാണാവൂ. ചങ്ങാതി നീയൻ ഭാരം താങ്ങുന്ന സ്നേഹിതൻ. അപ്പനും എൻ്റെ അമ്മയും നീ, ജ്യേഷ്ഠാനുജനും നീ തന്നെ. വിശ്വസ്തനായ ചങ്ങാതി നീയൻ ഭാരം താങ്ങുന്ന സ്നേഹിതൻ. യേശുവേ നിന്റെ സ്നേഹം മാത്രമേ എൻ്റെ മാനസം തേടാവൂ. യേശുവേ നിന്റെ രൂപം മാത്രമേ എൻ്റെ കണ്ണുകൾ കാണാവൂ. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യം മുതലുള്ള ചില വാക്യങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാം. ഏകൻ്റെ ലംഘനത്താൽ മരണമായ ഏകൻ നിമിത്തം വാണു എങ്കിൽ കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. അങ്ങനെ ഏകലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. ഏകമനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകൻ്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. നീതിമാനായി തീരുന്നതെങ്ങനെ? നീതീകരണം പ്രാപിക്കുന്നതെങ്ങനെ? എങ്ങനെ മനുഷ്യൻ കുറ്റമറ്റവനായി നിൽക്കും? മനുഷ്യൻ സ്വതവേ പാപിയാണ്. അവൻ ജന്മനാ പാപിയാണ്. അവൻ്റെ പ്രവൃത്തിയും അവൻ്റെ വാക്കുകളും അവൻ്റെ ചിന്തയും പാപപൂർണമാണ്. മനുഷ്യൻ പാപമയമാണ്. പാപം ചെയ്യാത്തപ്പോഴും മനുഷ്യൻ പാപിയാണ്.
പാപത്തിൻ്റെ പ്രവൃത്തി വരാത്തപ്പോഴും മനുഷ്യൻ പാപിയാണ്. പാപത്തിൻ്റെ വാക്കുകൾ വരാത്തപ്പോഴും മനുഷ്യൻ പാപിയാണ്. പാപത്തിൻ്റെ ചിന്തകൾ വരാത്തപ്പോഴും മനുഷ്യൻ പാപിയാണ്. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്തു ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. മനുഷ്യൻ പാപിയാണ്. മനുഷ്യൻ്റെ നേച്ചർ, അവൻ്റെ പ്രകൃതി പാപപൂർണമാണ്. മനുഷ്യൻ്റെ സ്വഭാവം പാപമയമാണ്. പാപത്തിലാണ് നാം ഓരോരുത്തരും നിയമിക്കപ്പെട്ടിരിക്കുന്നത്, നാം ഓരോരുത്തരും സംഘടിതരായിരിക്കുന്നത്, സംഘടിക്കപ്പെട്ടിരിക്കുന്നത്, കോൺസ്റ്റിറ്റ്യൂട്ടഡായിരിക്കുന്നത്, നാം ഓരോരുത്തരും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പാപത്തിലാണ്. ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു എന്നാണല്ലോ സങ്കീർത്തനക്കാരനായ ദാവീദ് 51-ാം സങ്കീർത്തനത്തിൽ പാടുന്നത്. ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്തു ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. പാപിയായി തീർന്ന മനുഷ്യൻ എക്കാലത്തും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു, പാപത്തിന് എന്താണൊരു പരിഹാരം, പാപത്തിൽ നിന്നൊരു മുക്തി പ്രാപിക്കുന്നത് എങ്ങനെ, പാപത്തിൽ നിന്ന് വിമോചനം കിട്ടുന്നത് എങ്ങനെ, പാപപ്രവണതകളൊന്ന് ഒഴിവാക്കി കിട്ടുന്നത് എങ്ങനെ, പാപശീലങ്ങൾ മാറിക്കിട്ടുന്നത് എങ്ങനെ, പാപത്തിൻ്റെ പ്രകൃതി എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവായി കിട്ടുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, മർത്യൻ നീതിമാനാകുന്നത് എങ്ങനെ, എങ്ങനെ എനിക്കൊരു നീതിമാനായിത്തീരാം, എനിക്ക് നീതീകരണം കിട്ടും. ഞാൻ മുഴുവനായി പാപത്തിൽ പിറന്നവനാണ്. എൻ്റെ ആളത്വം മുഴുവൻ പാപമാണ്. എൻ്റെ ഹൃദയത്തിൽ പാപമാണ്. എൻ്റെ ചിന്തയിൽ പാപമാണ്. എൻ്റെ ആളത്വത്തിൽ പാപമാണ്. എൻ്റെ രക്തത്തിൽ പാപമാണ്. എങ്ങനെ ഞാൻ ഈ പാപത്തിൽ നിന്ന് വിമുക്തി പ്രാപിക്കും? പഴയകാല ഹൈന്ദവ മനീഷികൾ പുരാണ പ്രസിദ്ധമായ ഉപനിഷത്തുക്കളിൽ പാടി, പാപോഹം പാപകർമ്മോഹം പാപാത്മാ പാപസംഭവ, അഹം പാപ, ഞാൻ പാപമാണ്, പാപോഹം പാപകർമ്മോഹം, ഞാൻ പാപകർമ്മം ചെയ്യുന്നവനാണ്, പാപപ്രവൃത്തിയാണ് എന്നിലുള്ളൂ. പാപോഹം പാപകർമ്മോഹം പാപാത്മാ പാപസംഭവ, ഞാൻ എൻ്റെ ഉള്ളത്തിൽ പാപാത്മാ, പാപത്തിൻ്റെ ആത്മാവുള്ളവനാണ്, ഉള്ളത്തിൽ പാപമാണ്. പാപസംഭവ, ഞാൻ പാപത്തിൽ സംഭവിച്ചവനാണ്, പാപത്തിൽ ജനിച്ചവനാണ്. പാപോഹം പാപകർമ്മോഹം പാപാത്മാ പാപസംഭവ, ത്രാഹിമാം പുണ്ടരീകാക്ഷ സർവയജ്ഞേശ്വരോ ഹരി. അങ്ങനെയാണ് പൂർവികന്മാരായ ചിന്തകന്മാരായ മനീഷികളായ ബുദ്ധിജീവികളായ പണ്ഡിത വരേണ്യന്മാരായ താത്വിക ആചാര്യന്മാർ പാടിയത്. ഞാൻ പാപമാണ്, ഞാൻ പാപമയമാണ്, ഈശ്വര എന്നെ പാപത്തിൽ നിന്ന് ത്രാണനം ചെയ്യണമേ, ത്രാഹി മാം, മാം ത്രാഹി, എന്നെ രക്ഷിക്കണമേ. ത്രാഹി മാം പുണ്ടരീകാക്ഷ, മഹേശ്വരനായ സർവജഗം നിയന്താവേ, എന്നെ പാപത്തിൽ നിന്ന് സമുദ്ധരിക്കണമേ എന്നാണ് അന്ന് ആ പൂർവിക പണ്ഡിതന്മാർ പാടിയത്. പ്രാതസ്നാന മന്ത്രം എന്ന് പറയുന്ന പ്രഭാതത്തിൽ ഈശ്വര സ്തുതിയോടുകൂടി സ്നാനം നടത്തുമ്പോൾ ചെയ്യുന്ന മന്ത്രത്തിൽ പുണ്യവാന്മാരായിരുന്ന ആ പൂർവികന്മാർ പാടിയത് അങ്ങനെയാണ്, ഞാൻ മുഴുവൻ പാപമാണെന്നാണ്. സഹോദരങ്ങളെ, എല്ലാ ബുദ്ധിജീവികളും ഇക്കാര്യം അംഗീകരിക്കും. മനുഷ്യ മനസ്സിൽ വേരോടിക്കിടക്കുന്ന പ്രവണതയാണ് പാപം. മുഴുവൻ പാപമയമാണ്. പാപമയമായ മനുഷ്യനെ പാപത്തിൽ നിന്ന് ഉദ്ധരിക്കാൻ എന്താണ് മാർഗം? അത് ലോകത്തിൻ്റെ ആരംഭം മുതൽ മനീഷ തേടിയിട്ടുണ്ട്. മനുഷ്യൻ്റെ ബുദ്ധി അന്വേഷിച്ചിട്ടുണ്ട്. മനുഷ്യൻ്റെ ബുദ്ധി അതിനുവേണ്ടി ത്വരിതഗതിയിൽ ബൗദ്ധിക പ്രയാണം ചെയ്തിട്ടുണ്ട്. പക്ഷേ മനുഷ്യനതിൽ പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ. പാപത്തിൽ നിന്ന് മുക്തി കിട്ടുന്നില്ല, ചിന്തകൾ മാറിക്കിട്ടുന്നില്ല, വിചാരങ്ങളിൽ വിശുദ്ധി ലഭിക്കുന്നില്ല, വികാരങ്ങളിൽ പരിശുദ്ധി ലഭിക്കുന്നില്ല, ആളത്വം സംശുദ്ധമാകുന്നില്ല. എന്തു വേണ്ടു? സഹോദരങ്ങളെ, ഇവിടെ നാം വായിക്കുന്നു വ്യക്തമായ മറുപടി. ഏകമനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകൻ്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. ഏകമനുഷ്യനായ ആദാമിൻ്റെ അനുസരണക്കേടിനാൽ മനുഷ്യജാതി മുഴുവൻ പാപഗ്രസ്തരായി തീർന്നു. ഏകമനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകനായ ക്രിസ്തുവിൻ്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. മനുഷ്യന് സ്വതവേ നീതിമാനാകാൻ സാധ്യമല്ല. എന്നാൽ നീതിമാനായ ക്രിസ്തുവിൻ്റെ നിത്യസ്നേഹത്താലും വിശുദ്ധമായ അനുസരണത്താലും
ഞാൻ എന്ന് പറയുന്ന പാപിക്ക് പാപവിമോചനം ലഭിക്കുന്നതാണ്. ഏക മനുഷ്യനായ ആദാമിൻ്റെ അനുസരണക്കേടിനാൽ അനേകർ നീതികെട്ടവരായി തീർന്നു, അനേകർ പാപികളായി തീർന്നു. മനുഷ്യനിൽ പാപം ഹൃദയത്തിൽ നിറഞ്ഞു, മനുഷ്യനിൽ പാപം ജനിച്ചു, മനുഷ്യനിൽ പാപം വളർന്നു, മനുഷ്യൻ പാപമയമായി. ഏക മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നു. എന്നാൽ ഏകനായ ക്രിസ്തുവിൻ്റെ, രണ്ടാമാതാമാകുന്ന ക്രിസ്തുവിൻ്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. സഹോദരങ്ങളെ, ക്രിസ്തുവിൻ്റെ അനുസരണത്താൽ നാം നീതിമാന്മാരായി തീരും. മനസ്സിലാക്കാൻ പ്രയാസമുള്ള ഒരു വേദശാസ്ത്ര സത്യമാണത്. ശാസ്ത്രം അറിയണമെന്നില്ല, തത്വചിന്തകൾ അവബോധം ലഭിക്കണമെന്നില്ല, നമുക്ക് വളരെ അഗാധമായ താത്വിക ജ്ഞാനം ലഭിക്കണമെന്നില്ല. പക്ഷേ ഒരു പരമസത്യം നമ്മുടെ ജീവിതത്തിൽ ലളിതമായി നമുക്ക് അനുഭവിക്കാൻ കഴിയും. ലളിതമായി നമുക്ക് അനുഭവിക്കാം. ക്രിസ്തു എൻ്റെ പാപം വഹിച്ച് കുരിശിൽ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ, ഞാൻ ഏൽക്കേണ്ടതായ പാപശിക്ഷ ക്രിസ്തു എനിക്ക് പകരമായി ക്രൂശിൽ വഹിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ, എൻ്റെ പാപത്തിൻ്റെ ഫലമായ മരണം ഞാൻ അനുഭവിക്കാതിരിക്കാൻ ഞാൻ ഏൽക്കേണ്ട മരണം ക്രിസ്തു ക്രൂശിൽ ഏറ്റു എന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ, അപ്പോൾ ആ വിശ്വാസത്താൽ എനിക്ക് നീതീകരണം ലഭിക്കുന്നു. കുറ്റവാളി എന്ന് മുദ്ര കുത്തപ്പെട്ട എനിക്ക് ആ മുദ്ര മായിച്ചിട്ട് നീതിമാൻ എന്നുള്ള പുതിയ മുദ്ര ലഭിക്കുന്നു. അത് ഭാഗ്യകരമായ അനുഭവമാണ്. കുറ്റവാളി എന്ന് മുദ്ര കുത്തപ്പെട്ടു, പാപി എന്ന് വ്യക്തമായും തെളിയിക്കപ്പെട്ടു, അതിൽ സംശയമില്ല. എന്നാൽ എൻ്റെ പാപം മുഴുവനായി ക്രിസ്തു ഏറ്റെടുത്തു. സഹോദരങ്ങളെ, നീതീകരണം എന്ന് പറയുന്നത് അതാണ്. എൻ്റെ പാപം, എൻ്റെ ശിക്ഷ, ഞാൻ ഏൽക്കേണ്ട ശിക്ഷ, എൻ്റെ കുറ്റം, എൻ്റെ കുറ്റത്തിൻ്റെ പകരമായി എനിക്ക് കിട്ടേണ്ടതായ ശിക്ഷ, അത് മുഴുവനും ക്രിസ്തു ഒരിക്കലായി ക്രൂശിൽ വഹിച്ചു. ഇത് വിശ്വസിക്കുമ്പോഴാണ് അത് നമ്മുടെ അനുഭവമായി മാറുന്നത്. അപ്പോഴാണ് പാപത്തോട് നമുക്ക് അറപ്പും വെറുപ്പും വരുന്നത്. അപ്പോഴാണ് പാപത്തിൻ്റെ കരാളമായ ഹസ്തത്തിൻ്റെ ഭീകരമായ പിടിയിൽ നിന്ന് നമുക്ക് വിമോചനം ലഭിക്കുന്നത്. പാപത്തിൻ്റെ ഭീകരമായ ആ ഉഗ്രമായ പിടിയിൽ നിന്ന് മോചനം കിട്ടുവാൻ ക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൽ നാം ആശ്രയിക്കുമ്പോൾ നമുക്ക് ആ മഹാഭാഗ്യം ലഭിക്കുകയാണ്. ഏകൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകൻ്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. പ്രിയപ്പെട്ടവരെ, കുരിശിന്മേൽ കിടന്നുകൊണ്ട് 7 തിരുമൊഴികൾ നമ്മുടെ കർത്താവ് അരുളി ചെയ്തു. 1, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് ഇവരറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പിതാവാം ദൈവത്തോട് അപേക്ഷിച്ചു. 2, ഇന്ന് നീ എന്നോടുകൂടി പറുദീസിൽ ഇരിക്കുമെന്ന് അനുതപിച്ച കള്ളനോട് സ്വർഗം വാഗ്ദത്തം ചെയ്ത് സംസാരിച്ചു. 3, കരഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മയോട് പറഞ്ഞു, ഇതാ നിൻ്റെ മകൻ. ശിഷ്യനായ യോഹന്നാനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ നിൻ്റെ മകൻ. ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. 4-ാമത്തെ തിരുവചനം കട്ടിക്കൂരിരുട്ടിൻ്റെ മധ്യത്തിൽ വെച്ച് ക്രിസ്തു പറഞ്ഞു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്. 5-ാമത്തെ തിരുമൊഴി, എനിക്ക് ദാഹിക്കുന്നു. 6-ാമത്തെ വചനം നിവൃത്തിയായി, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, അത് പൂർത്തീകരിച്ചിരിക്കുന്നു, അത് പൂർത്തിയാക്കിയിരിക്കുന്നു, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, നിവൃത്തിയായി. 7-ാമത്തെ വചനം, പിതാവേ, എൻ്റെ ആത്മാവിനെ ഞാൻ തൃക്കൈയിലേക്ക് ഭരമേൽപ്പിക്കുന്നു. ഈ 7 വചനങ്ങളിൽ ആദ്യത്തേതും ഒടുവിലത്തേതും നടുവിലത്തേതും ദൈവത്തോടാണ്. ആദ്യത്തേതും ഒടുവിലത്തേതും പിതാവേ എന്നാണ് വിളിക്കുന്നത്. നടുവിലത്തെ വചനം എൻ്റെ ദൈവമേ എന്നാണ് വിളിക്കുന്നത്, അപ്പ എന്ന് വിളിക്കുന്നില്ല. എന്താണ് കാരണം? തന്നെയല്ല, അതൊരു നിലവിളിയായിരുന്നു, അതൊരു മുറവിളിയായിരുന്നു, അത് പ്രലപനമായിരുന്നു, അത് രോദനമായിരുന്നു. എന്താണത്? ആ നിലവിളിയുടെ കാമ്പെന്താണ്? അതിൻ്റെ കാതലെന്താണ്? എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്ന്. നിത്യനായ ദൈവത്തിൻ്റെ ഏകജാതനായ അരുമകുമാരൻ കുരിശിൽ യാതനയേറ്റ് പിടയുമ്പോൾ ഏറ്റവും അധികം താങ്ങ് ലഭിക്കേണ്ട സമയത്ത് ഇതാ സ്വർഗസ്ഥനായ പിതാവ് കൈവിട്ടു എന്നാണ് നിലവിളി. എന്താണ്? മനസ്സിലാക്കണം, നാം ചിന്തിക്കണം. ലളിതമായൊരു ഉദാഹരണം പറയാം. പ്രിയപ്പെട്ടവരെ, നാം റോഡേ നടന്നു പോകുന്നു. റോഡരികിൽ ഒരു നായി ചത്തു കിടക്കുന്നു. വളരെ ലളിതമായ ഉദാഹരണം. നായി ചത്തു കിടക്കുന്നു. അത് ഏതാനും ദിവസമായി ചത്തിട്ട്.
അത് ചീഞ്ഞളിഞ്ഞു കിടക്കുന്നു. അയ്യോ, അടുക്കൽ കൂടി പോകാൻ വയ്യ, ആളുകളെല്ലാം ദൂരെ മാറിപ്പോകുന്നു. മാറിപ്പോയാലും പോരാ, ദുർഗന്ധം സഹിക്കാൻ വയ്യാഞ്ഞിട്ട് മൂക്ക് ഇങ്ങനെ അടക്കി പൊത്തിപ്പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. വളരെ വേഗം മൂക്ക് പൊത്തിപ്പിടിച്ചുകൊണ്ട് പോകുന്നു. നിങ്ങളൊരാൾ അതിൽ നടന്നു പോകുന്നു. പ്രിയപ്പെട്ടവരെ, ആ നായിനെ നിങ്ങൾ എടുത്ത് നിങ്ങളുടെ തലയിൽ വെക്കുന്നു, അതും ചുമന്നുകൊണ്ട് നിങ്ങൾ പോകുന്നു. ആ റോഡ് ക്ലീനാക്കാൻ, ആ റോഡിലെ വൃത്തികേട് മാറ്റാൻ നിങ്ങൾ ആ നായിൻ്റെ ചത്ത ശരീരം, അളിഞ്ഞ് പുഴുവരിച്ച് ദുർഗന്ധം വമിച്ച് കിടക്കുന്ന ആ അഴുകിയ ശരീരം, നിങ്ങൾ അസഹ്യമായ ദുർഗന്ധമുള്ള ആ ശരീരം നിങ്ങൾ എടുത്ത് നിങ്ങൾ തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്നു. അതിൻ്റെ ചലവും അളിഞ്ഞ് ആ ചീഞ്ഞഴുകിയ ചില ഭാഗങ്ങളും ഇങ്ങനെ നിങ്ങളുടെ ശരീരത്തിലൂടെ അങ്ങനെ ഒലിച്ചിറങ്ങുന്നു. ചിന്തിക്കാൻ പറ്റുമോ? നിങ്ങളിത് കേൾക്കുമ്പോൾ പക്ഷേ നിങ്ങൾക്ക് ഓക്കാനം വരും, കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറപ്പ് വരും. അത്യന്തം ജുഗുപ്സാവഹമായൊരു കാര്യം, അത്യന്തം വേദനാകരമായൊരു കാര്യം, സഹിക്കാൻ വയ്യാത്തൊരു കാര്യം. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു ക്രൂശിൽ നിർവഹിച്ചതിൻ്റെ എത്രയോ നിസ്സാരമായൊരു ഉദാഹരണമാണത്. പാപത്തെ തൊടാൻ വയ്യാത്ത ക്രിസ്തു, പാപത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും വയ്യാത്ത ക്രിസ്തു, എൻ്റെയും നിങ്ങളുടെയും പാപം അവിടുന്ന് ക്രൂശിൽ വഹിച്ചപ്പോൾ ഏറ്റവും ദുർഗന്ധം നിറഞ്ഞ മനുഷ്യൻ്റെ ജീവിതത്തിലെ പാപങ്ങൾ, അഴുക്കുകളെല്ലാം ക്രിസ്തു ക്രൂശിൽ വഹിച്ചപ്പോൾ അവിടുത്തെ മേൽ പാപം ചുമത്തപ്പെട്ടു, ദുർഗന്ധം വമിച്ചുകൊണ്ടിരുന്നു. ആരുടെ? ക്രിസ്തുവിൻ്റേതല്ല. അവിടം വൃത്തിയാക്കുവാൻ, അവിടം ക്ലീനാക്കുവാൻ, ആ വഴിയൊന്ന് സംശുദ്ധമാക്കുവാൻ, ആ ചീഞ്ഞളിഞ്ഞ ശരീരം, നായിൻ്റെ ശരീരം മനുഷ്യനെടുത്ത് ചുമന്നുകൊണ്ട് പോകുന്നത് പോലെ നമ്മുടെ ജീവിതം സംശുദ്ധമാക്കാൻ യേശു നമ്മുടെ പാപം എടുത്ത് തൻ്റെ ചുമലിലേറ്റി. നിത്യനായ ദൈവത്തിന് പാപത്തിലേക്ക് നോക്കാൻ സാധ്യമല്ല. പാപം അഴുക്കാണ്, പാപം പൈശാചികമാണ്. നിത്യനായ ദൈവം ഉയരത്തിൽ നോക്കിയപ്പോൾ ഇതാ പാപം കാണുന്നു, പാപമാക്കപ്പെട്ട സ്വന്തം പുത്രനെ കാണുന്നു, പാപമാക്കപ്പെട്ട മിശിഹായെ കാണുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വാക്ക് വേദപുസ്തകത്തിലുള്ളതാണ്. ബൈബിളിൽ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 5-ാം അധ്യായം 21-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ കാണാം, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന് നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന് നീതിയാകേണ്ടതിന് ദൈവം അവനെ നമുക്ക് വേണ്ടി പാപമാക്കി. പാപമാക്കപ്പെട്ട മിശിഹ, ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സ്വർഗത്തിലെ ദൈവം നോക്കിയപ്പോൾ തൻ്റെ പുത്രൻ്റെ നേരെ കണ്ണടയ്ക്കേണ്ടി വന്നു. പാപത്തിലേക്ക് നോക്കാൻ സാധ്യമല്ല. തൻ്റെ ഓമനപുത്രൻ പാപം വഹിച്ചു നിൽക്കുന്നു. ദൈവം നിയമിച്ചതും നിരൂപിച്ചതും തന്നെയാണ്. അങ്ങനെയേ മനുഷ്യൻ്റെ പാപം മാറ്റാൻ കഴിയുകയുള്ളൂ. ഞാൻ കഴിഞ്ഞൊരവസരത്തിൽ പറഞ്ഞതുപോലെ, വെള്ളത്തിൽ താണുപോകുന്ന മനുഷ്യന് ഉപദേശം കിട്ടിയിട്ട് കാര്യമില്ല. വെള്ളത്തിൽ താണു മുങ്ങിപ്പോകുന്ന മനുഷ്യനെ ഏതെങ്കിലും തത്വചിന്തകൾ ഉപദേശിച്ചാൽ ഫലമില്ല. കൈ ആഞ്ഞു തുഴയൂ, നീട്ടി വീശി തുഴയൂ, നല്ലതുപോലെ നീന്തൂ, കൈയും കാലും നീട്ടി നീട്ടി വീശി വീശി തുഴയൂ എന്ന് പറഞ്ഞിട്ട് പ്രയോജനമില്ല. ഉപദേശങ്ങൾ കൊടുക്കാം, പക്ഷേ താണുപോകുന്നതിന് ഉപദേശം പ്രയോജനമല്ല. അവന് വേണ്ടത് നല്ല ബലിഷ്ഠമായ ഭുജങ്ങളുള്ള കരുണാമയനായ സ്നേഹവാനായ ഒരു മനുഷ്യൻ്റെ സഹായമാണ്. സഹായിക്കുവാൻ നീട്ടുന്ന കരം. താണുപോകുന്ന മനുഷ്യൻ നിസ്സഹായനാണ്. അവൻ വെള്ളത്തിൻ്റെ അടിയിലേക്ക് താണു പോവുകയാണ്. അവനെ താങ്ങി താങ്ങി ഉയർത്തിയെടുക്കുന്ന ബലിഷ്ഠ ഭുജങ്ങളാണ് ആവശ്യം. ക്രിസ്തു നമുക്ക് വേണ്ടി നമ്മുടെ പാപം വഹിച്ചു. നോക്കിയപ്പോൾ പിതാവിൻ്റെ തിരുമുഖം മറഞ്ഞു. പിതാവ് പുത്രനെ കൈവിട്ടതല്ല. പുത്രൻ്റെ മേൽ ചുമത്തപ്പെട്ട പാപം അത് കണ്ടപ്പോൾ നിത്യനായ പിതാവിന് കണ്ണടയ്ക്കേണ്ടി വന്നു. അതാണ് ഘോരമായ കൂരിരുട്ട് ആ നട്ടുച്ച നേരത്തുണ്ടായത്. ഘോരമായ കൂരിരുട്ട്, നട്ടുച്ചയ്ക്ക് ഇരുട്ട് വന്നതിൻ്റെ രഹസ്യം അതാണ്. നിത്യനായ ദൈവം കുരിശന്മേൽ അതിവേദനയോടെ പിടഞ്ഞുകൊണ്ട് മനുഷ്യൻ്റെ പാപം മുഴുവൻ, തനിക്ക് ഒരിക്കലും തൊടാനോ അടുക്കാനോ വയ്യാത്ത പാപം മുഴുവൻ തൻ്റെ മേൽ വഹിച്ചുകൊണ്ട് ദുർഗന്ധം വമിക്കുന്ന മനുഷ്യ ജീവിതത്തിന് ചീഞ്ഞഴുകിയ വശങ്ങളെല്ലാം ചുമന്നുകൊണ്ട് രാജാധിരാജൻ കുരിശിന്മേൽ കിടക്കുന്നത് കണ്ടപ്പോൾ സൂര്യൻ കണ്ണു ചിമ്മിപ്പോയി. സൃഷ്ടാവിൻ്റെ നഗ്നത കാണാതിരിപ്പാൻ സൃഷ്ടി കണ്ണ് ചിമ്മി, കണ്ണടച്ചു. സഹോദരങ്ങളെ, എന്താണ് ഈ കേൾക്കുന്നത്?
എൻ്റെ പാപം വഹിപ്പാൻ, സ്നേഹിത നിൻ്റെ പാപം വഹിപ്പാൻ, മകളെ നിൻ്റെ പാപം വഹിപ്പാൻ യേശു കുരിശിൽ ഇതാ നിസ്സഹായനെ പോലെ കിടന്നു. 69 സങ്കീർത്തനവും 22 സങ്കീർത്തനവും എല്ലാം വായിക്കുമ്പോൾ കാണും, ഞാൻ ഭ്രമിച്ചു നോക്കിയെങ്കിലും സഹായിപ്പാൻ ആരെയും കണ്ടില്ല. ഞാൻ നോക്കി സഹതപിപ്പാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി, സഹതപിപ്പാൻ ആരെയും കണ്ടില്ല. ഞാൻ പരിഭ്രാന്തിയോടെ നോക്കി തുണപ്പാൻ ആരെയും കണ്ടില്ല. ആരുമില്ല. ഉണ്ടായിരുന്നു, വേണമെങ്കിൽ വരാമായിരുന്നു. 18 കൊല്ലം കൂലി ബാധിച്ച സ്ത്രീക്ക് ഓടി വരാമായിരുന്നു. അയ്യോ കർത്താവേ, നീ ഇത് സഹിക്കുന്നോ? വേണ്ടായിരുന്നല്ലോ, എൻ്റെ കൂലി മാറ്റിയവനല്ലേ. പറഞ്ഞില്ല. 12 കൊല്ലം രക്തവാർച്ച ഉണ്ടായിരുന്ന സ്ത്രീക്ക് ഓടി വരാമായിരുന്നു, വന്നില്ല. അവൾക്ക് പറയാമായിരുന്നു, 12 കൊല്ലം ബ്ലീഡിംഗ് ആയിട്ട് വലഞ്ഞുപോയ എൻ്റെ ശരീരത്തിൻ്റെ ബ്ലീഡിങ് ഒരൊറ്റ നിമിഷം കൊണ്ട് നിൻ്റെ തിരുവസ്ത്രത്തിൻ്റെ തൊങ്ങലിലും തൊട്ടപാടെ മാറിയതൊരു അത്ഭുതമല്ലേ യേശുവേ, നീയോ ഈ യാതന ഏൽക്കുന്നത്? ഒന്ന് സഹതപിക്കാമായിരുന്നു. 38 കൊല്ലം തളർന്ന് ബേഥസ്ദ കുളക്കരയിൽ കിടന്ന മനുഷ്യന് ഓടി വരാമായിരുന്നു. 38 കൊല്ലം തളർന്നു കിടന്ന എന്നെ എണീപ്പിച്ച് നടത്തിയ യേശുവേ, നീ എന്തിന് ഈ യാതന സഹിക്കുന്നു? ഒരു സഹതാപത്തിൻ്റെ വാക്ക് പറയാമായിരുന്നു. എന്തിന്? 3.5 കൊല്ലം കൂടെ നടന്ന അത്ഭുതങ്ങൾ കണ്ട ശിഷ്യന്മാർ പോലും ആ സമയത്ത്, അത്യാവശ്യ സമയത്ത് ഇട്ടിട്ട് ഓടിപ്പോയി. ഇടയൻ വെട്ടേറ്റു, ആടുകൾ ചിതറിപ്പോയി. സ്നേഹിതരെ, ക്രൂശിൻ്റെ വഴി അതാണ്. ക്രൂശിൻ്റെ വഴി രക്ഷയുടെ വഴി, ക്രൂശിൻ്റെ വഴി പാപമോചനത്തിൻ്റെ വഴി, ക്രൂശിൻ്റെ വഴി ത്യാഗത്തിൻ്റെ വഴി. യേശുക്രിസ്തു കാണിച്ചു തന്ന വഴി നിന്ദനത്തിൻ്റെയും ആക്ഷേപത്തിൻ്റെയും പരിഹാസത്തിൻ്റെയും വഴി ആയത് എന്തുകൊണ്ട്? മനുഷ്യൻ്റെ പാപം അത് നിന്ദയാണ്, മനുഷ്യൻ്റെ അശുദ്ധി അത് മ്ലേച്ഛതയാണ്. അതെല്ലാം യേശു വഹിച്ചു. അങ്ങനെ യേശു നിന്ദിതനായി തീർന്നു. തന്നെ കാണുന്നവർക്ക് കരുണ തോന്നാൻ സാധ്യമല്ലാത്ത വിധത്തിൽ അവൻ നിന്ദിതനായിപ്പോയി. യെശയ്യാ പ്രവാചകൻ 53-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? 53-ാം അധ്യായം 2-ാം വാക്യം മുതൽ, അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. ദൈവജനമേ, ഇന്ന് നിങ്ങൾ ഈ വാക്കുകളെ കേൾക്കുമ്പോൾ ഓർക്കൂ, നമുക്ക് വേണ്ടി അവൻ നിന്ദിക്കപ്പെട്ടു, നമുക്ക് വേണ്ടി അവൻ ത്യജിക്കപ്പെട്ടു, നമുക്ക് വേണ്ടി അവൻ നിരസിക്കപ്പെട്ടു, നമുക്ക് വേണ്ടി അവൻ ആക്ഷേപിക്കപ്പെട്ടു, നമുക്ക് വേണ്ടി അവൻ നിന്ദയുടെ സ്കീപ്പ വഹിച്ചു, നമുക്ക് വേണ്ടി അവൻ നിന്ദയുടെ സ്ലീവ ചുമന്നു, നമുക്ക് വേണ്ടി അവൻ ശാപഗ്രസ്തനായി തീർന്നു. ഇതാ പാപമറിയാത്തവനെ, നാം അവനിൽ ദൈവത്തിന് നീതിയാകേണ്ടതിന് നിത്യനായ ദൈവം അവനെ നമുക്ക് വേണ്ടി പാപമാക്കി. പാപമാക്കപ്പെട്ട മിശിഹ മൂലം നമുക്ക് ദൈവത്തോട് റെക്കൺസിലിയേഷൻ കിട്ടുന്നു, നമുക്ക് ദൈവത്തോട് അടുപ്പം കിട്ടുന്നു, നമുക്ക് ദൈവത്തോട് നിരപ്പ് കിട്ടുന്നു, നമുക്ക് ദൈവത്തോട് സമാധാനം കിട്ടുന്നു. പ്രിയപ്പെട്ടവരെ, ഏകൻ്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. ഇന്ന് പ്രിയ സഹോദരന്മാരെ, സഹോദരികളെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പാപം മുഴുവൻ ചുമന്നൊഴിച്ചു എന്ന് നിങ്ങൾക്കൊന്ന് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ, ക്രിസ്തു എൻ്റെ പാപം വഹിച്ചു എന്ന്, എൻ്റെ എണ്ണിയാൽ തീരാത്ത പാപങ്ങൾ, എണ്ണമറ്റ പാപങ്ങൾ മുഴുവൻ യേശു ഏറ്റെടുത്തു എന്ന്, മുഴുവൻ യേശു വഹിച്ചു എന്ന്, പുറത്തു പറയാൻ അറയ്ക്കുന്ന ലജ്ജാകരമായ കാര്യങ്ങൾ എല്ലാം യേശു സ്വന്തം മേൽ വഹിച്ചു എന്ന് മകനെ നിനക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ, ഇന്ന് നിനക്ക് മോചനമുണ്ട്, ഇന്ന് നിനക്ക് നീതിമാൻ എന്നുള്ള മുദ്ര കിട്ടും, ഇന്ന് നിനക്ക് നീതീകരണം കിട്ടും. കഴിഞ്ഞ കാലത്ത് വന്നുപോയ സകല മ്ലേച്ഛതകളും, കഴിഞ്ഞ കാലത്ത് വന്നുപോയ സകല തിന്മകളും, സകല ദുഷ്ടതകളും, സകല നിഷ്ഠൂരങ്ങളും, സകല ക്രൗര്യങ്ങളും, സകല കുൽസിത മാർഗങ്ങളും, സകലവിധമായ ദൗഷ്ട്യങ്ങളുമെല്ലാം യേശു ഏറ്റെടുത്തു, എനിക്ക് മോചനം തന്നു എന്ന് ഈ മകനെ നീ വിശ്വസിക്കുമെങ്കിൽ, മകളെ നീ വിശ്വസിക്കുമെങ്കിൽ, ഇന്നു മുതൽ നിനക്കൊരു പുതിയ ജീവിതം നയിക്കാം. ഇന്നു മുതൽ കഴുകപ്പെട്ടവനായി നിനക്ക് മുന്നോട്ട് പോകാം. ഇന്നു മുതൽ ബന്ധനമോചനം പ്രാപിച്ചവനായി നിനക്ക് മുന്നോട്ട് പോകാം. ഇന്നു മുതൽ പൈശാചികന്റെ കെട്ടുകൾ പൊട്ടിയവനായി സ്വതന്ത്രനായി നിനക്ക് മുന്നോട്ട് പോകാം. സ്വാതന്ത്ര്യം നിനക്ക് തന്നിരിക്കുന്നു. പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന് സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു. പൈശാചികന്റെ ഉരുക്കുമുഷ്ടിയിൽ നിന്ന് മോചനം തന്നിരിക്കുന്നു. സാത്താനിന് നിന്റെ മേൽ അവകാശമില്ല. നിത്യനായ ക്രിസ്തുവിന്റെ വകയായി നീ മാറിയിരിക്കുന്നു. നിത്യനായ ദൈവത്തിന്റെ അരുമ പൈതലായി നീ തീർന്നിരിക്കുന്നു. നീതീകരണം തരുന്ന ദൈവത്തിന്റെ സ്നേഹം, ദൈവജനമേ, നീതീകരണം തരുന്ന ദൈവത്തിൻ്റെ സ്നേഹം. ഇന്ന് ഈ സമയത്ത് നിങ്ങൾ ഓരോരുത്തരും ദൈവത്തോട് പറയണം, ഇരിക്കുന്നിടത്ത് ഇരുന്നുകൊണ്ട് പറയണം, കർത്താവേ, പാവങ്ങൾ എണ്ണിയാൽ തീരുന്നില്ലല്ലോ. ചിന്തകളിൽ, വാക്കുകളിൽ, പ്രവൃത്തികളിൽ, എൻ്റെ ആളത്വത്തിൽ, എൻ്റെ സ്വഭാവത്തിൽ, എൻ്റെ രക്തത്തിൽ, എൻ്റെ പെരുമാറ്റത്തിൽ, എൻ്റെ ഭാവഹാവാദികളിൽ നാഥ പാപങ്ങൾ ഏറെ ഏറെ ഏറെ.
എണ്ണിയാൽ തീരില്ലല്ലോ കർത്താവേ. എന്നാൽ ഇന്ന് ഈ വാക്കുകൾ ഞാൻ കേൾക്കുമ്പോൾ ഉടയവനെ നിന്നോട് ഞാനൊരു വാക്ക് പറയട്ടെ. എൻ്റെ പാപം പേറി കുരിശിൽ നിന്നാവിഷയമായി മരിച്ച യേശുവേ, എൻ്റെ പാപവും ശാപവും ഏറ്റെടുത്ത യേശുവേ, ആ ക്രൂശ് മരണത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, ക്രൂശിൽ നിന്ന് അരിമത്യക്കാരൻ യോസേപ്പ് നിന്നെ ഇറക്കിയേറ്റ് ചുമലിലേക്ക് അടുപ്പിച്ചതുപോലെ ഇന്ന് ഉടയവനെ നിന്നെ ഞാൻ എൻ്റെ മാറോടക്കാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ മാറിലേക്ക് അണയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഈ നീചമായ മാറ്, എൻ്റെ ഈ വഞ്ചനയുള്ള മാറ്, എൻ്റെ ഈ അഴുക്ക് നിറഞ്ഞ മാറ്, എൻ്റെ ഈ അശുദ്ധമായ ഹൃദയം, നാഥ, എൻ്റെ ദ്രവ്യാഗ്രഹം പൂണ്ട ഹൃദയം, എൻ്റെ ദൈവമേ, എൻ്റെ സ്വാർത്ഥത മുറ്റിയ ജീവിതം, എൻ്റെ ദൈവമേ, എൻ്റെ വഴക്കും പിണക്കവും കലഹവും വൈരാഗ്യവും പകയും വിദ്വേഷവും നീരസവും കയ്പുമുള്ളതായ എൻ്റെ ഹൃദയം ഞാനിതാ നിനക്ക് തരികയാണ്. നിന്നെ ഞാൻ മാറോളം നടക്കി പിടിക്കട്ടെ, നിന്നെ വഹിച്ചുകൊണ്ട് ഞാനൊരു യാത്ര ചെയ്യട്ടെ, നിന്നിൽ ലയിക്കട്ടെ, നിന്നിൽ അലിയട്ടെ, നീ എന്നിൽ ലയിക്കട്ടെ, നീ എന്നിൽ അലിയട്ടെ. ഇന്ന് യേശുമയമായി ഞാനും തീരട്ടെ, യേശുവിൽ ഞാനൊന്ന് ലയിക്കട്ടെ, യേശുവിൻ്റെ ദിവ്യശക്തി എന്നിലൂടെ ഒന്ന് ഒഴുകട്ടെ, യേശുവിൻ്റെ ദിവ്യപ്രഭാവം എന്നിൽ വർദ്ധിക്കട്ടെ, യേശുവിൻ്റെ സർവ്വജന സംരക്ഷണത്തിനുള്ള അത്ഭുത കൃപകൾ എൻ്റെ മേൽ പകരട്ടെ. എല്ലാവരെയും ആമോദിപ്പിക്കുന്നതായ, എല്ലാവരെയും ആനന്ദിപ്പിക്കുന്നതായ രക്ഷയുടെ സന്തോഷ സൗകുമാര്യം കൊണ്ട് എൻ്റെ ജീവിതം തളിർക്കട്ടെ, എൻ്റെ ജീവിതം കുതിക്കട്ടെ. നാഥ, ഇന്ന് എന്നെ തന്നെ നിന്റെ കരങ്ങളിലേക്ക് ഞാൻ തരുന്നു. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. രക്ഷകനായ മിശിഹാ തമ്പുരാനെ, അവിടുത്തെ അൻപുള്ള വചനങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളുടെ ലജ്ജാകരമായ പാപങ്ങൾ വഹിച്ചുകൊണ്ട് കുരിശിൽ മരിച്ച രക്ഷകനായ മിശിഹാ തമ്പുരാനെ, ഇന്ന് ഞങ്ങളിതാ അവിടുത്തെ പാദപീഠത്തിൽ വന്ന് കുരിശിൽ പിടഞ്ഞു മരിച്ച അവിടുത്തെ തിരുമേനി ഞങ്ങളുടെ മാറോട് ഞങ്ങൾ അടക്കി പിടിക്കുന്നു. ഇന്നു മുതൽ യേശുവേ ഒരു പുതിയ സൃഷ്ടിയായി ജീവിപ്പാൻ ഞാനിതാ തീരുമാനമെടുക്കുന്നു. ഒരു പുതിയ മനുഷ്യനായി, പാപം തൊടാത്തവനായി, പാപം ഏശാത്തവളായി, ഒരു പുതിയ സൃഷ്ടിയായി ഇന്നു മുതൽ ജീവിപ്പാൻ ഞാനിതാ തീരുമാനിക്കുന്നു. എൻ്റെ മേൽ നിന്റെ കരം വെക്കണമേ. 2000 വർഷം മുമ്പ് ഉയർത്തെഴുന്നേറ്റ മിശിഹാ തമ്പുരാനെ, നീ എന്നിൽ ഉയർത്തെഴുന്നേൽക്കണമേ, നീ എന്നിൽ ജീവിക്കണമേ, നീ എന്നിൽ ചലിക്കണമേ, നീ എന്നിൽ സംസാരിക്കണമേ, നീ എന്നിൽ പ്രവർത്തിക്കണമേ, നീ എന്നിലൂടെ ചിന്തിക്കണമേ, നീ എന്നെ മുഴുവനായി ഏറ്റെടുക്കണമേ, എന്നിൽ നീ ലയിക്കണമേ, എന്നിൽ നീ വസിക്കണമേ, എന്നെ സ്വർഗീയ ശക്തികളുടെ നിക്ഷേപമാക്കി മാറ്റണമേ, സ്വർഗീയ കൃപകളുടെ ശ്രീഭണ്ണാരെ പോലെയാക്കി എന്നെ മാറ്റണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. വചനം കേട്ടവരുടെ മേൽ പരിശുദ്ധാത്മാവിന് നൽവരെ ഇറങ്ങണമേ. വചനം കേട്ടവർക്ക് എല്ലാവർക്കും അത്ഭുത കൃപകൾ നൽകണമേ. തീജ്വാല പകരണമേ. സ്വർഗീയ കൃപകൾ, വാഴ്വുകളും അനുഗ്രഹങ്ങളും പകരണമേ. രോഗസൗഖ്യം നൽകണമേ. പാപശാപങ്ങൾ നീക്കണമേ. പൈശാചിക ബന്ധനങ്ങൾ അഴിക്കണമേ. സാത്താന്റെ കോട്ടകൾ തകർക്കണമേ. കുടുംബ സമാധാനം നൽകണമേ. യേശുക്രിസ്തുവിന്റെ രക്ഷണ്യ നാമത്തിൽ യാചിക്കുന്ന പിതാവേ, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ. ഹല്ലേലൂയ.